ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വൻ ഗൂഢാലോചനയെന്ന റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തത് 2 കിലോ സ്വർണം. പാളികളിൽ പൂശാൻ സ്പോൺസർ നൽകിയ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നെന്നും റിപ്പോർട്ടിലുണ്ട്. തട്ടിയെടുത്ത സ്വർണം പലർക്കായി വീതിച്ചെന്നും ദേവസ്വം ഉദ്യോഗസ്ഥർ പങ്കുപറ്റിയെന്നുമാണ് പ്രതിയുടെ മൊഴി. സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപെടലുകൾ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. ശബരിമലയെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഗൂഢാലോചനയിലൂടെ നടത്തിയ സ്വർണ്ണക്കൊള്ളയെന്നാണ് SIT കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന്റെ കട്ടളപ്പടിയിലുമുള്ള 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു. വ്യാജരേഖകൾ ചമച്ചും വിശ്വാസവഞ്ചന കാണിച്ചുമായിരുന്നു തട്ടിപ്പ്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് അവരുടെ അറിവോടുകൂടിയാണ് സ്വർണം വേർതിരിച്ചെടുത്തത്. ഇത് മറച്ചുവയ്ക്കാൻ 394.900 ഗ്രാം സ്വർണം പൂശി ഇവ തിരികെ സന്നിധാനത്ത് എത്തിച്ച് കബളിപ്പിച്ചു. പകരം സ്വർണം പൂശാൻ സ്പോൺസർമാരിൽ നിന്നും സ്വർണം ശേഖരിച്ച് അതും തട്ടിയെടുത്തു. കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച് ആചാരലംഘനം നടത്തിയെന്നും പറയുന്നു. കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയും റിമാൻഡ് റിപ്പോർട്ടിൽ ലക്ഷ്യമിടുന്നുണ്ട്. 2 മുതൽ 10 വരെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായ പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രേഖകൾ തിരുത്തിയും വ്യാജരേഖകൾ ചമച്ചും ഒത്താശ ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. എന്നാൽ തട്ടിയെടുത്ത സ്വർണം എന്തു ചെയ്തുവെന്ന് പരാമർശമില്ല. കൂട്ടുത്തരവാദികളുടെ പങ്കിനെപ്പറ്റി വിശദമായി അന്വേഷിക്കണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പറയുന്ന കാര്യം. പ്രതികളുടെ പ്രവർത്തികൾ സമൂഹത്തിലും വിശ്വാസികൾക്കിടയിലും ആശങ്ക ഉണ്ടാക്കിയെന്നും കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു. അതിനിടെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ട NSS പെരുന്ന കരയോഗം വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന മുരാരി ബാബുവിന്റെ രാജി NSS എഴുതി വാങ്ങി. വിവാദ കാലയളവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ദേവസ്വം ബോർഡ് സസ്പെൻഡ് ചെയ്തിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.